ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥ ഒരു നാട്ടിലോ ഒരു വീട്ടിലോ ഉണ്ടാകാൻ പാടില്ല ഇനി മുതൽ. കാരണം ഇത്രയും സ്നേഹിച്ച ഇവനെ ഗർഭം ധരിച്ചത് മുതൽ ആ ഉമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി പ്രസവിച്ച് ഇവനെ ഇത്രയും പോറ്റി വളർത്തി കഠിനമായ ജോലിക്ക് പോലും പോയിട്ട് വളർത്തിയ ഒരു ഉമ്മയാണ് ഇവൻ വെട്ടിക്കൊന്നത്. അത് മാത്രമല്ല, കൊന്നതിന് ശേഷം അവൻ്റെ മുഖഭാവം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൻ പത്രക്കാരെ നോക്കി കിസ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. കാരണം ഇവനോട് ചോദിച്ചു, എന്തിനാ നീ ഉമ്മയെ കൊന്നത്? അപ്പോൾ ഉമ്മയെ കൊന്നത് ഞാൻ എൻ്റെ ഗർഭം ധരിച്ചതുകൊണ്ട്, എന്നെ പ്രസവിച്ചതുകൊണ്ട് ഞാൻ ഉമ്മയെ ശിക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം അത്രയും വെറുത്തുപോയി അവൻ്റെ ജന്മം. അത്രയും മാരകമായ മയക്കുമരുന്നിൻ്റെ അടിമയായിപ്പോയി എൻ്റെ മകൻ എന്നുള്ള കാര്യം ആ ഉമ്മയ്ക്ക് അറിയാൻ വൈകിപ്പോയി. കാരണം ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ, എൻ്റെ ആശിക്ക് എന്ന് പറയുന്ന ആ ഉമ്മയുടെ അവസാന മൃതശരീരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ആ നാട്ടുകാരും ആ കുടുംബത്തിൻ്റെയും ആ സങ്കടം, ആ അലവിളിയും നിലവിളിയുമായിട്ടുള്ള ആ രംഗം കാണാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരുന്നു ആ രംഗം. പക്ഷെ ഇങ്ങനെയുള്ള മക്കൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മക്കളാണ് നമ്മൾക്ക് ചുറ്റും. മനോഹരമായ വീടും സ്ഥലവും കൂടാതെ 25 സ്ഥലം പുറമെ വാങ്ങിവെച്ച ആ ഉമ്മ മാത്രല്ല, ഇവന്റെ ആഷിക്കിന്റെ കല്യാണത്തിന് വേണ്ടി മഹർ പോലും വാങ്ങിവെച്ച ഉമ്മ. ആ ഉമ്മയാണ് ഇവൻ പട്ടാപ്പകൽ മുഖത്ത് നോക്കിയിട്ട് വെട്ടി 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 കൊന്നത്. എങ്ങനെ ആ ഉമ്മ എന്തായിരിക്കും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകുക? നിങ്ങളൊക്കെ ആ ഉമ്മാക്ക് വേണ്ടി സ്വർഗ പൂന്തോപ്പ് ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മാത്രമല്ല, ഈ ഇതേപോലുള്ള കുട്ടികളെ, മക്കളെ നന്നാക്കാൻ വേണ്ടി, വഴിതെറ്റുന്ന പിന്തിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നാട്ടുകാർക്ക് മൊത്തം പറയാനുള്ളത് ഈ ഉമ്മ ഒരു മാതൃക ഉമ്മയാണെന്നാണ്. അതുപോലെ ബുള്ളറ്റ് വേണം അതൊന്നും ഇപ്പം നടക്കൂല. അതിനൊക്കെ വലിയ പൈസ വേണം. അത് ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടല്ലോ. അപ്പോഴേക്കും ഇവർക്കെല്ലാം സുഖമില്ലായി വന്നു. സ്നേഹത്തിന്റെ പൊൻകുടത്തയടാ നീ വെട്ടിക്കൊന്നത്. നിനക്ക് എന്ത് കിട്ടി ഇതിന്ന്? നല്ല ഇതായിട്ട് മോന് വേണ്ടി മാത്രം ജീവിച്ചൊരു താത്ത. അല്ലാതെ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉണ്ടാക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തേക്കുന്ന ചെറുക്കൻ വണ്ടി മേടിച്ചു കൊടുത്ത് ചെറുപ്രായത്തിൽ തന്നെ. ഞങ്ങളൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ച് ഇപ്പോഴേ കൊടുക്കരുതെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം അവന് വേണ്ടി മാത്രം ജീവിച്ചു. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരുന്നു. എൻ്റെ ആഷിക്കെന്ന് പറഞ്ഞു. ആഷിക്കിന് വേണ്ടി മാത്രം, മകന് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഉമ്മ. നമ്മൾ ആരും മക്കളെ പോറ്റും പോലല്ല. പ്രത്യേകമായിട്ട് ഒരു പണിക്ക് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ പിന്നെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് തോനെയും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പണിക്ക് പോവും, അല്ലാതെ ജോലിക്ക് പോവും. ഇനി ഞങ്ങളെ കൂടെ പുറപ്പിനെ പോലെ വിചാരിച്ച ആൾ നഷ്ടപ്പെട്ട് ഇനി എന്താ പറയുക? ഞങ്ങൾക്കൊരു വാക്കുകൾ പറയാനില്ല. ഞാനിവിടുത്തെ കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ ഒരു അയൽപക്ക കൂട്ടായ്മ പറഞ്ഞിട്ട് കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി സെക്രട്ടറിയാണ് ഞങ്ങൾ. കമ്മിറ്റീൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്ക് ആരോടും നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതന്നെ മെയിനായിട്ട് പ്രായമുള്ളവർ പറഞ്ഞാലും ചെറുപ്പക്കാർ പറഞ്ഞാലും കമ്മിറ്റിയിലുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല. എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളൊരു ഇതായിരുന്നു. കണ്ടാൽ ഓന് സ്കൂളൊക്കെ പോണ സമയത്ത് കണ്ടാലൊരു പാവം, ഒരു മനുഷ്യനോട് മിണ്ടേ പറയുക ചെയ്യാത്തൊരവസ്ഥയിലുള്ളൊരു മക്കളായിരുന്നു. പിന്നെ വയ്യ കോളേജിലേക്ക് എത്തിയൊരു സമയത്താണ് ഞമ്മക്കൊക്കെ ആര് പറഞ്ഞാലും ഒരു ദിവസം ഈ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ഇവന് കയ്യിൽ ആകെ ചോരയായിട്ടാണ് വരുന്നത്. അപ്പം ഈ റോഡിൽ നേരെ മേലൊക്കെ ഓടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഓടിക്കൂടി. അപ്പം സുബൈത്ത പറഞ്ഞ് മേത്തലുള്ളൊരു മോനോട് പറഞ്ഞു ഓനെ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ രക്തമൊന്നായിട്ട് മുഖത്ത് ഇങ്ങോട്ട് നമ്മൾ വെള്ളം കഴുകും പോലെ മുഖമാണ് കഴുകുന്നത്. ആ ഒരവസ്ഥ ഞങ്ങൾ കാണുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ഉമ്മ ഇതൊക്കെ കാണുകയാണല്ലോ. നല്ലോണം ഉപദ്രവിക്കും, ചവിട്ടി തള്ളിടും താത്തനെ. അപ്പോൾ ഒക്കെ ഞങ്ങൾ അയൽവാസികൾ ഓടിയെത്തും. ഒരുപാട് സഹിച്ചിട്ടുണ്ട് സഹിക്കാം. എന്നിട്ടും എൻ്റെ മകന് എന്നുള്ളൊരു ഇതാണ്. ഇപ്പോൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ പാവം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചും. എന്നിട്ട് അവസാനൊരവസ്ഥ ഓൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഉമ്മാൻ്റെ ഒരു ജീവിതം നശിക്കാന്ന് പറയാം. ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത. വേറൊരു മക്കളില്ല അന്നപ്പം. പിന്നെ ഈ മുതലും സ്വത്തൊക്കെ ഓനെ ആ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലല്ലോ. കൂട്ടൂറോട്ട് മഹർ വരെ വാങ്ങി വെച്ചൊരു ഉമ്മായിരുന്നു. ഓൻ്റെ ചികിത്സക്കാണ് മഹർ 5 പവൻ്റെ മഹർ വരെ എടുത്തു പോയത്. ഒരു മാല വരെ വാങ്ങി വെച്ചിരുന്നു. മംഗലം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാല വരെ വാങ്ങി വെച്ചു. അതൊക്കെ ഓന് ചികിത്സക്ക് വേണ്ടി എടുത്തു പോയതാണ്. ഞങ്ങളെ നാട്ടുകാർ വാക്കുകൾ പറയാനില്ല. സ്നേഹിക്കുന്ന ഒരു ഉമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല